ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമേ. ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു, ഞാൻ ചായ ഇട്ടു, മീനുട്ടന് പാൽ കൊടുത്തു. പിന്നെ ഇന്ന് അപ്പവും കടലക്കറിയായിരുന്നു കേട്ടോ. എൻ്റെ സ്വന്തം റെസിപ്പിയിലുള്ള സ്വന്തമായ കടലക്കറിയാണ് കേട്ടോ. ഇത് ആരും വെച്ചിട്ടുണ്ടാകത്തില്ല. ഇങ്ങനെയൊന്നും ഞാൻ തന്നെ വെക്കും. ഇങ്ങനെ വെച്ചാൽ മാത്രമേ മീനുട്ടൻ കഴിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കഷ്ണങ്ങളെല്ലാം പെറുക്കി മാറ്റും. ഞാൻ കടല വേവിച്ചിട്ട് ബാക്കി അരപ്പ് പിന്നെ സാധനങ്ങളും നമ്മുടെ ഈ സവാളയൊക്കെ വഴറ്റി അത് കുറച്ച് കടലയും കൂടി ഇട്ട് കുറച്ച് തേങ്ങയും കൂടി ഞാൻ മിക്സിക്കകത്തിട്ട് അരച്ച് ചേർത്ത് കടുക് വറുത്തെടുക്കുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കഷ്ണങ്ങളൊന്നും കാണത്തില്ല. കടലയും അതിൻ്റെ ഗ്രേവി ആകുമ്പോൾ മീനോട്ടം കഴിക്കും. ഇല്ലെങ്കിൽ ഇതിൽ മുഴുവൻ മാറ്റി വയ്ക്കും. അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ഐഡിയയാണ് ഇത്. നിങ്ങളെല്ലാവരും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കും, അവർ കഴിച്ചോളും. കടലയ്ക്ക് കടലയും സവാളയ്ക്ക് പച്ചക്കറിക്ക് എല്ലാം അതിൻ്റെ വറവായിട്ട് ചെല്ലുകയും ചെയ്യും. ആഹാ. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറി കിളിമീനാണ് കിട്ടിയത്. കിളിമീൻ മുളക് കറി വെച്ചു, വറുത്തു, കുറച്ച് പയറെടുത്ത് മെഴുക്കുവരട്ടിയും വെച്ചായിരുന്നു. മീൻകറി വെക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, എപ്പോഴും വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ വന്ന് കടുകുമാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ കടുക് അടുപ്പത്ത് വെക്കാത്ത കേട്ടോ. കുറച്ച് മുളക് പൊടി, കുറച്ച് ഉലുവപ്പൊടി, കുറച്ച് കായപ്പൊടി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് ഈ മാങ്ങയ്ക്കകത്തിട്ട് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താലുണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്നറിയോ. കഞ്ഞിക്കൊക്കെ ബെസ്റ്റ് ആട്ടോ. പക്ഷേ ഒരുപാട് ദിവസം വെച്ചിരിക്കാൻ കൊള്ളൂല. ഇതൊരു 2 ദിവസം ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വയ്ക്കാം കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് വേറെ ടേസ്റ്റ് ആകും. അതുകൊണ്ട് കുറച്ച് എടുക്കാവൂ. എന്നിട്ട് നമ്മൾ നല്ല 2 സൈസ് ചോറാണ്. എനിക്ക് ചുമലച്ചോറും മീനൂന് വെള്ളച്ചോറുമാണ് കേട്ടോ. അപ്പം മീനൂട്ടനായത് കേട്ടോ. കുറച്ച് കറികളെല്ലാം വിളമ്പി ആ കടുക് മാങ്ങയും കൂടെ അങ്ങ് വെച്ചു. അയ്യോ എന്താ ടേസ്റ്റ് എന്നറിയാമോ. മീനൂട്ടന് വെള്ളച്ചോറ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെള്ളം വെച്ചു. എനിക്ക് ചുമലച്ചോറാണ്. ഈ ഇട കൊണ്ട് മുഴുവൻ ഞാൻ വെള്ളച്ചോറ് കഴിക്കില്ല, ചുമലച്ചോറാണ് കഴിക്കുന്നത്. അങ്ങനെ അത് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഊണ് കുശാലായിരുന്നു അതിൻ്റെ. ഞാൻ വെച്ചുകൊണ്ട് പറയുമല്ല, കടുമാങ്ങയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് നല്ലൊരു ഉറക്കമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും വീണ്ടും വിശപ്പായപ്പോൾ ഞാൻ പയ്യെ കുറച്ച് ചേമ്പൊക്കെ പുഴുങ്ങി തിന്നു. പിന്നെ ഞാൻ കുറച്ച് മുറ്റം അടിക്കാനുണ്ടായിരുന്നു. കുറേ കരിയിലുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ അടിച്ച് ഞാനും മീനൂട്ടനും കൂടി തീയിട്ടു. ഇപ്പോൾ തീയിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ അതേപോലെ പുഴുങ്ങി. അവിടെ ചക്കയെല്ലാം പുഴുങ്ങി കിടക്കുന്നത് കണ്ടോ ഗൈസ്. കണ്ണ് കിട്ടിയതാണെന്ന് തോന്നുന്നു. എൻ്റെ ചക്ക മുഴുവൻ പൊഴിഞ്ഞ് പോവുകയാണ്. അങ്ങനെ ഞാൻ അതെല്ലാം കുറേ തീയിട്ടപ്പം കുറേയൊക്കെ വൃത്തിയായി. ഇപ്പം തന്നെ അവിടെ പൊഴിയുമേ, ഇല പൊഴിയുന്ന സീസണല്ലേ. പിന്നെ മീനൂട്ടൻ്റെ കുറച്ച് മുളക് കൃഷി ഉണ്ടായിരുന്നു, കുറച്ച് മുളകും കൂടെ പറിച്ചെടുക്കുന്നു മീനും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. എന്നാൽ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.